ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള സ്ത്രീകളെ കാണുന്ന ഒരാളാണ് ഞാൻ, അവരോട് ഇടപഴകുന്ന ഒരാളാണ്. അതായത് ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, 5000-നെക്കാൾ മുകളിൽ സുഖമില്ലാത്ത കുട്ടികളെ കെയർ ചെയ്യുന്ന സംഘടനയാണ് സോലസ്. ഞാൻ ഉണ്ടാക്കിയൊരു സംഘടന. അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ആ കുട്ടികളുടെ മരുന്നിനുള്ള പണം കൊടുക്കുന്നു, അവരുടെ വീടിന് വാടകയില്ലെങ്കിൽ അത് കൊടുക്കുന്നു, ഭക്ഷണം ഇല്ലെങ്കിൽ അത് കൊടുക്കുന്നു, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പൈസ ഇല്ലെങ്കിൽ അത് കൊടുക്കുന്നു, യൂണിഫോം കൊടുക്കുന്നു, സ്കൂൾ ബാഗ് കൊടുക്കുന്നു. അങ്ങനെ ആ വീട്ടിലെ ഒരു അംഗമായി മാറി അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 18 വയസ്സ് വരെ, ഒരു പ്രാവശ്യം നമ്മുടെ അവിടെ രജിസ്റ്റർ ചെയ്താൽ ആ കുട്ടികളുടെ കൂടെ 18 വയസ്സ് വരെ അവരുടെ ഈ വലിയ രോഗാവസ്ഥയിൽ നമ്മളൊപ്പം നിന്നിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും പല കുട്ടികളെ, അതായത് ഈ 5000 കുട്ടികളിൽ 40-50% കുട്ടികളുടെ അച്ഛന്മാർ ഉപേക്ഷിച്ച് പോയവരാണ്. അപ്പോൾ ഈ കുട്ടികളെ ഒരിക്കലും ഉപേക്ഷിക്കാതെ, അതായത് ജീവിതത്തിൽ ഒരു നേരം ഒരു ഭക്ഷണം പോലും വാങ്ങിത്തരാൻ തൻ്റെ ഈ മക്കളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാതെ, നമ്മളെല്ലാവരും കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ചെറിയ പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, നമുക്ക് വയസ്സായാലും നമുക്ക് ഈ കുട്ടികളെ നോക്കാൻ, നമ്മളെ നോക്കാൻ ഈ കുട്ടികളുണ്ടാവും എന്നൊക്കെ. അങ്ങനെയൊന്നും പ്രതീക്ഷയില്ലാതെ ഈ കുഞ്ഞുങ്ങളെ ഒരു നിമിഷം പോലും, സാധാരണ രോഗമില്ലാത്തൊരു കുഞ്ഞിനെ വളർത്തുന്നതിനേക്കാളും ഇഷ്ടത്തോടു കൂടി, ഇവിടെ തന്നെ നമ്മളിപ്പോൾ ആദരിച്ചതിൽ നമുക്കൊരു ഉദാഹരണമുള്ള ആളുണ്ട് ഇവിടെ. അപ്പം അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അത്രയധികം കുട്ടികളുടെ അമ്മമാരെ ഞാൻ കാണുന്നുണ്ട്. അതായത് അച്ഛനെ ഉപേക്ഷിച്ചിട്ടും ഈ കുഞ്ഞുങ്ങളെ ഒരു നിമിഷം പോലും ഉപേക്ഷിക്കാതെ നെഞ്ചോട് അടക്കി പിടിച്ച് നിൽക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ ബഹിരാകാശത്തിലേക്ക് പോയ ഒന്നും സ്ത്രീകളെക്കാളും അങ്ങനെയുള്ള അമ്മമാരാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള സ്ത്രീകൾ എന്നുള്ളത്. അപ്പോൾ അവരുടെ ഇടയിലാണ് ഞാൻ നടക്കുന്നത്. അവരെങ്ങനെയാണ്, എത്ര പ്രസരിപ്പോട് കൂടിയിട്ടാണ്, തനിക്കൊരു സുഖമില്ലാത്ത കുഞ്ഞിനെ കിട്ടിയല്ലോ എന്നുള്ളൊരു സങ്കടമൊന്നുമല്ല. എനിക്കാണ് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റുക, എന്നേക്കാൾ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റുന്ന ഒരാളും ഈ ലോകത്തിലില്ല എന്ന ഭാവത്തോടു കൂടി ആണ് അവർ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന അത്രയും ശക്തരായിട്ടുള്ള സ്ത്രീകളെ ഞാൻ കാണാറുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പേ, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണ്, കുറച്ച് നാൾ മുമ്പേ ഞാനൊരു വലിയൊരു കോൺക്ലേവിൽ പോയപ്പോൾ അവിടുത്തെ ഒരു സംസാരത്തിൽ നിന്നൊരു ഡാറ്റ പറയുകയാണ്. നമ്മൾ ഇപ്പോഴത്തെ പുതിയ കാലത്ത് സ്ത്രീകൾ ഒപ്പമുണ്ട്. അതായത് ഒരു ജോലിക്ക് ഒരു അപ്ലിക്കേഷൻ വന്നാൽ അതിൽ 48% പെൺകുട്ടികളാണ്. വളരെ ശക്തരായിട്ടുള്ള, വളരെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികളാണ് വരുന്നത്. ആൺകുട്ടികൾ 52 ആണെങ്കിൽ അതേമാതിരി 48% ഏതാണ്ട് ഈക്വലായിട്ട് തന്നെ പെൺകുട്ടികൾ വരുന്നുണ്ട്. വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ വരുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവരുടെ പെർഫോമൻസ് വളരെ, പിന്നത്തെ അവരുടെ സ്ഥാനക്കയറ്റങ്ങൾ അവർക്ക് വളരെ കുറവാണ് കിട്ടുക. കാരണം ആ ഡാറ്റയിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണം, ഇവർ പെർഫോം ചെയ്യുന്നത് മോശമാണ്. ആൺകുട്ടികളുടെ അത്ര ഇവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നിയൊരു കാര്യം എന്താണ്, എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തത്? അതായത് ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ മക്കളുടെയൊക്കെ കാര്യങ്ങൾ ഇനി ഭാവിയിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, അവർ അത്രയധികം കാര്യങ്ങൾ വീട്ടിൽ മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഒരു ആൺകുട്ടി പുറത്ത് പോയിട്ട്, അല്ലെങ്കിൽ അവർക്ക് കുറേ അധികം സമയം വേണമെങ്കിൽ പുറത്ത് ചിലവഴിക്കാൻ പറ്റും, യാത്രകൾ ചെയ്യാൻ പറ്റും, അവരെ കമ്പനി ആവശ്യത്തിന് തന്നെ ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മളുടെ പെൺകുട്ടികൾക്ക് അതിൻ്റെ സാധ്യതയില്ലായ്കയുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വേറെ കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട് അവർ. അപ്പം ആളുകൾക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, പെണ്ണുങ്ങൾക്ക് വളരെയധികം കഴിവുണ്ട്, ഭയങ്കര മൾട്ടി ടാസ്കിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒതുക്കും. അത് നമ്മളുടെ മുകളിൽ ഒരുപാട് ഭാരങ്ങൾ തരുന്നൊരു കാര്യമാണ്. നമുക്കതൊന്നും അല്ലാതെ നമുക്ക് ഒരു ആണിന് കിട്ടുന്ന പോലെയുള്ള സൗകര്യങ്ങൾ കിട്ടിയിട്ടല്ല സ്ത്രീകൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരുടെ പെർഫോമൻസ് മോശമാവുന്നതെന്ന് എനിക്ക് തോന്നി. ആ ഡാറ്റ തെറ്റാണെന്ന് എനിക്ക് തോന്നി, ഞാൻ പറയാണ്. അതാണ് വിലയിരുത്തലുകൾ, ഒരു പുരുഷ സമൂഹത്തിൻ്റെ വിലയിരുത്തൽ അതാണ്. അത് നമ്മൾ പൊളിച്ചു കൊടുക്കണം. അതായത് നമ്മൾക്കൊരു ബാരിയറും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യണം. അന്ന് പറഞ്ഞ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ ഒന്നിൻ്റെയും ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങുകയോ അല്ലെങ്കിൽ ഒരു കാര്യം തുടങ്ങുകയോ ചെയ്യുന്നില്ല. അതായത് ഒന്നിൻ്റെയും ഫൗണ്ടർ ആവുന്നില്ല എന്നാണ്. അത് 5% സ്ത്രീകൾ മാത്രമാണ്. എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് മുന്നിട്ടെടുത്തുകൊണ്ട് വരുന്ന സ്ത്രീകൾ 5%. അപ്പോൾ ഞാൻ പ്രൗഡ്ലി പറയുകയാണ്, ഞാൻ അതിലൊരാളാണ്, 5%-ൽ ഒരാളാണ്. ഞാൻ ബൽറാം പറഞ്ഞതിനൊരു ചെറിയ വ്യത്യാസം, എൻ്റെ മോൾക്ക് ആയപ്പോൾ തന്നെയാണ് ഞാൻ സോലസ് തുടങ്ങിയത്. അത് എൻ്റെ മോൾക്ക് അത്രയും വലിയ രോഗം വന്നു, അത്രയും ചികിത്സയ്ക്ക് പണം വേണം. ഞങ്ങൾ ഇന്ന് അത് അറിഞ്ഞു, നാളത്തെ ദിവസം ഞങ്ങൾ ഫ്ലൈറ്റിൽ പോവുകയാണ്. അവിടെ ഇന്ത്യയിലെ ഏറ്റവും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഡോക്ടറിനെ തുടങ്ങി. ഇന്ത്യയിൽ ആദ്യം ചെയ്ത ഡോക്ടറെ അടുത്തേക്ക് ഞങ്ങളൊരു റിസർച്ച് ചെയ്യുന്ന ഡോക്ടർ ടാറ്റയിൽ നിന്ന് വന്നിട്ട് അവർ നമ്മളെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. അവൾക്ക് ചികിത്സയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുകയും
എത്ര പണം നമുക്ക് പറയാൻ വാക്കില്ല. ചില ദിവസങ്ങളിൽ 2-3 ലക്ഷം ചിലവാക്കിയ ദിവസങ്ങളൊക്കെ ഉണ്ട്. ദിവസം ഈ കീമോതെറാപ്പി ഒന്നും കൂടെ അത്രയധികം പണം ചിലവാക്കിയും അവളുടെ യാത്രയ്ക്ക് അവൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പുതിയ കാറ്, അവിടെ താമസിക്കാൻ പുതിയ ഫ്ലാറ്റ്, ഡ്രൈവർ, എല്ലാ സൗകര്യങ്ങളും വെച്ച് അവളെ രക്ഷിക്കാൻ വേണ്ടി എല്ലാം ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കുട്ടിക്ക് അതേ അസുഖം, അതേ പ്രായമുള്ളൊരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പൈസ ഇല്ലാത്ത അച്ഛനമ്മമാരെ കാണുകയാണ് ഞാൻ. അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന, എന്താ പറയുക, ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനാണ്. നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നു, ഈ കുട്ടിക്ക്, ഈ അതേ അസുഖമുള്ള കുട്ടിക്ക്, അതേപോലെ അസുഖമുള്ള ഒരു കുട്ടിക്ക് ഈ അച്ഛന് ഒരു നാളെ ജീവിക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു കുട്ടിക്ക് ഒരു ഭക്ഷണം വാങ്ങി കൊടുക്കാൻ ഈ അച്ഛന് പറ്റുന്നില്ല. എന്നിട്ട് ഇവർ കുളിമുറിയിലൊക്കെ പോയി തലതല്ലി കരയാണ്. അപ്പം നമ്മളൊരു 1000 രൂപയോ 2000 രൂപയോ അങ്ങനെയൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിലും കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഉള്ളിൽ ഞാൻ ആലോചിച്ചൊരു കാര്യം, ഇങ്ങനെ ഈ ഏറ്റവും ഹെൽപ്ലെസ് ആയിട്ടുള്ള, നമ്മൾ ഏറ്റവും നിസ്സഹായരായി പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം കുഞ്ഞിന് അസുഖമാവുകയും കുഞ്ഞിനെ ചികിത്സിക്കാൻ പണമില്ലാതാവുകയും ചെയ്യുന്ന, ഏറ്റവും വിഷമിക്കുന്ന അച്ഛനമ്മമാരാണ് ഏറ്റവും നിസ്സഹായരായിട്ടുള്ള. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഞാൻ കുറച്ച് പൈസ കൊടുക്കുകയാണോ വേണ്ടത്, കുറച്ച് പൈസ സ്വരൂപിച്ച് കൊടുക്കുകയാണോ വേണ്ടത്, അതോ ഞാൻ എന്നെ തന്നെ കൊടുക്കുകയാണോ വേണ്ടത് എന്നുള്ള എൻ്റെ ആലോചനയിൽ ഞാൻ തീരുമാനിച്ചാണ് ഞാൻ എന്നെ തന്നെ കൊടുക്കുകയെന്ന്. അന്ന് എൻ്റെ മോള് ജീവിച്ചിരിപ്പുണ്ട്. അവൾ എൻ്റെ കൂടെ ഒരു 16 കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവൾ മരിക്കുന്നത്. പക്ഷെ അവളെ വെച്ചിട്ട് തന്നെ, അതായത് ഒരു കയ്യിൽ അവളും ഒരു കൈ, അത്രയും സുഖമില്ലാത്തൊരു കുഞ്ഞും ഒരു കയ്യിൽ സോലസും വെച്ചിട്ടാണ് ഞാൻ ഏതാണ്ട് സോലസ് തുടങ്ങിയിട്ട് തന്നെ ഒരു 8 വർഷം ഞാൻ യാത്ര ചെയ്തത്. പക്ഷേ ഞാൻ അത് അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല, ഒരാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, എല്ലാവരും എതിർക്കുകയാണ് ചെയ്തത്. അതായത് അമീറിനെ അനുസരിക്കുക ചെയ്യേണ്ടത്, നീ ഇതൊന്നും ചെയ്യേണ്ടതില്ല. അമീർ പറയും നീ പുറത്തേക്ക് പോയിക്കോ, ഇത് ചെയ്യണമെന്ന് ഇവിടെ പറ്റില്ല എന്ന് പറയും. പക്ഷെ ഞാനിത് ചെയ്യുമെന്ന് തീരുമാനിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് പൊരുതി ആണ് സോലസ് എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത്. 10 കുട്ടികൾക്ക്, അതൊക്കെ ബൽറാം പറഞ്ഞാൽ എക്സാക്ട്ലി കറക്റ്റാണ്, 10 കുട്ടികൾക്ക് തുടങ്ങിയ സംഘടനയാണ്. ഒരു 30,000 രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് തുടങ്ങിയ സംഘടന കഴിഞ്ഞ വർഷം 6 കോടി രൂപയുടെ സഹായമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അമേരിക്കയിലും UK യിലും ഒക്കെ ഒരു വലിയ സംഘടനയായി ഇന്നത് മാറ്റി എന്നുള്ളതാണ്. അതൊരു സ്ത്രീക്ക് പറ്റുന്നതാണ്. അതായത് സ്ത്രീയുടെ ഇമോഷണൽ ഇൻ്റലിജൻസ്, നമുക്ക് നമ്മളുടെ ഈ ആളുകളുടെ സങ്കടങ്ങളെ നമുക്ക് ഒറ്റയടിക്ക് നമുക്കത് മനസ്സിലാവും. അതിൽ നമ്മളെ പ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്കതിന് വേണ്ടി അതിനെ ഡെവലപ്പ് ചെയ്ത് നമുക്കതൊരു എമ്പതിയിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മൾക്ക് അവരോടൊരു അനുതാപപൂർവ്വമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് സ്ത്രീക്ക് പറ്റും പോലെ പുരുഷന് പറ്റില്ല. അതാണ് ഇന്നത്തെ ലോകത്തിന് വേണ്ടത്. അത് ചെയ്യാൻ ഞാൻ എല്ലാവരോടും പറയാണ്. ഇപ്പം ഞാനിവിടെ തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾ കയറി നിന്ന് ഇവരെ വിളിക്കണം, അതിലേക്കാണ് നമ്മൾ വരേണ്ടത്. അതായത് സ്ത്രീകൾ ലീഡിങ് റോളിലേക്ക് വരണം എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ ഒരു കുടുംബസംഗമം കഴിഞ്ഞ പ്രാവശ്യം നടന്നിരുന്നു, എൻ്റെ ഉമ്മ വീടിൻ്റെ. അപ്പം ഞാനിപ്പോൾ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞു, ഇപ്രാവശ്യം അത് ഞങ്ങളുടെ അവിടുത്തെ എൻ്റെ കസിൻസ് ആയിട്ടുള്ള ആണുങ്ങൾ നടത്തിയതാണ്. ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം നമ്മൾ നടത്തും, നമ്മൾ പെൺകുട്ടികൾ, കസിൻസ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ നടത്തണം കുടുംബസംഗമം എന്ന് പറയുന്നതിലേക്ക് നമ്മൾ നടത്തിപ്പുകാരാവണം എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നവരാവണം, നമ്മളെ ആരും ക്ഷണിച്ച് കൊണ്ടുവരാതെ. അതാണ് ഈ പ്രാവശ്യത്തെ സന്ദേശവും തന്നെ അതാണ്, വനിതാ ദിന സന്ദേശവും തന്നെ അതാണ്. നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ നേർന്നുകൊണ്ട് ഇന്ന് ഈ പൂജണ്ട് ഏറ്റുവാങ്ങി എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു.